നീ മേനോന്റെ ആളാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ നിന്നെ ഞങ്ങൾ പിടിച്ചോണ്ട് വന്നത്. നിന്നെ പിടിക്കുന്നതിന് തൊട്ടു മുൻപ് നീ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഫോട്ടോ ഞാൻ നിനക്ക് കാണിച്ചുതരാം. അഖിൽ, നമ്മുടെ സ്കൂളിനടുത്ത് തന്നെയുള്ള കൃഷ്ണൻകോവിലിൽ വെച്ചായിരുന്നു കല്യാണം. ദുർഗ വാ, കൃഷ്ണൻകോവിലേക്ക് പോ. ഓ അല്ല, സ്കൂളിലേക്ക് പോ. വാ വാ. അല്ല, എന്തിനാ ചേച്ചി അതിപ്പോ ചോദിച്ചത്? ഒന്നുമില്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. ഓ എങ്കിൽ നിങ്ങൾ ചെല്ല്. ശരി എന്നാ. ശരി ചേച്ചി. സ്കൂളിലെത്താൻ ലേറ്റ് ആവും. അതെ. ഹലോ. ഹലോ, ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലെ പൂർണിമയാണ് സംസാരിക്കുന്നത്. ആ, മനസ്സിലായി. പറഞ്ഞോളൂ. വഴിപാട് വല്ലതും എഴുതാനുണ്ടോ? അല്ല, ഞാനൊരു വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ. ചോദിച്ചോളൂ. ഫെബ്രുവരി 22-ാം തീയതി അവിടെ നടന്ന ഒരു വിവാഹത്തിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അറിയണമായിരുന്നു. പയ്യന്റെയോ പെണ്ണിന്റെയോ പേരും അഡ്രസ്സും പറഞ്ഞാൽ ഞാൻ നോക്കി പറഞ്ഞുതരാം. എന്ത് വിവരം അറിയേണ്ടത്? അന്ന് അവിടെ വിവാഹങ്ങൾ കുറെ ഉണ്ടായിരുന്നോ? ഫെബ്രുവരി 22-ന് രുക്മിണി സ്വയംവരം നടന്ന ദിവസമാണ്. അന്ന് 2-3 വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കറിയാവുന്ന 2 പേര് അന്ന് അവിടെ വിവാഹം കഴിച്ചോന്നൊന്നറിയണം. കിരണെന്നും ദുർഗയെന്നുമാണ് അവരുടെ പേര്. വീട്ടുപേര് ചിറക്കൽ എന്നാണ്. ആ, പേരും വീട്ടുപേരും എനിക്കൊന്ന് മെസ്സേജ് അയക്കാമോ? അത് ഞാൻ അയച്ചേക്കാം. ഞാനൊന്ന് നോക്കിയിട്ട് വിവരം അറിയിക്കാം. കഴിയുന്നതും വേഗത്തിൽ അറിയിച്ചാൽ കൊള്ളാമായിരുന്നു. കഴിഞ്ഞ മാസത്തെ അല്ലേ, അധിക നാളൊന്നും ആയിട്ടില്ലല്ലോ. ആ ഞാൻ നോക്കിയിട്ട് ഉടനെ പറയാം. ഓക്കെ, താങ്ക് യു. ആ, ശരി. പൂർണ്ണിമ ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എനിക്കും തോന്നി. അതാ കല്യാണത്തിന്റെ ദിവസവും ക്ഷേത്രത്തിന്റെ കാര്യമൊക്കെ ചേച്ചി എടുത്തെടുത്ത് ചോദിച്ചത്. ചേച്ചി ക്ഷേത്രത്തിൽ അന്വേഷിക്കാനും സാധ്യതയുണ്ട്. അന്വേഷിച്ചാലും കുഴപ്പമൊന്നുമില്ല. അന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്നതിന്റെ CCTV വിഷ്വലൊക്കെ അവിടെ ഉണ്ടല്ലോ. അത് കാണുമ്പോ ചേച്ചി വിശ്വസിച്ചോളും. ആ, അത് ശരിയാ. എല്ലാ യഥാർത്ഥ കല്യാണത്തിന്റെ സെറ്റപ്പ് ചെയ്തത് നന്നായി. അപ്പോ ഇനി പേടിക്കാനൊന്നുമില്ല. അതെ, നോ ഇഷ്യൂസ്, ബി ഹാപ്പി. ഹായ് സാർ. യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു സാർ? യാത്രയുടെ വിശേഷങ്ങളാണ് പറയാനുള്ളതെല്ലാം. വിദേശത്തൊരു വലിയ ഡീൽ ഉറപ്പിച്ചിട്ടാണ് മേനോൻ ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ അമൂല്യങ്ങളായ പല ശേഖരങ്ങളും വിദേശത്തേക്ക് കടത്താൻ മേനോന് പ്ലാനുണ്ട്. അതിനു പകരമായി മയക്കുമരുന്നും കണക്കിൽപ്പെടാത്ത സ്വർണവും മേനോന് ലഭിക്കും. നമ്മുടെ വാല്യൂബിളായ വസ്തുക്കള് നഷ്ടപ്പെടുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് മയക്കുമരുന്നും കണക്കിൽപ്പെടാത്ത സ്വർണ്ണം എല്ലാം വരുന്നത് നമ്മുടെ രാജ്യത്തിന് ആപത്തല്ലേ സർ? അതെ, അത് തന്നെയാണല്ലോ അവരുടെ ലക്ഷ്യവും. നമ്മളിത് എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ സാർ. കേരളത്തിൽ ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പ്ലാൻ ചെയ്യുന്നതിന്റെ ഒരു എക്സിക്യൂഷൻ മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ടെന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെവിടെ വെച്ചാണെന്നോ അതിലാരൊക്കെ ഉണ്ടാകുമെന്നോ നമുക്കറിയില്ല. പൃഥ്വിയെ ഉപയോഗിച്ച് അതിലേക്കുള്ള എന്തെങ്കിലും ലീഡ് കണ്ടെത്താൻ സാധിച്ചാൽ അത് നമുക്ക് ഒന്നുകൂടി ഉപകരിക്കും. ഞങ്ങൾ ശ്രമിക്കാം സർ. ഉടനെ തന്നെ
മേനോൻ നമ്മുടെ വലയിൽ വീഴുമെന്ന് എന്റെ മനസ്സ് പറയും. ഹലോ, ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നോ? രജിസ്റ്റർ ഞാൻ നോക്കി. 22-ാം തീയതി മാഡം തന്ന പേരില് ഇവിടെ ആരും വിവാഹം കഴിച്ചിട്ടില്ല. ഹലോ ഹലോ, അന്ന് അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണോ? രജിസ്റ്ററിൽ അങ്ങനെ ഒരു പേര് കാണുന്നില്ല. അന്ന് രുക്മിണി സ്വയംവരമായിരുന്നതിനാൽ ഞങ്ങൾ എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. കല്യാണക്കാരോടൊന്നും സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. ആ, അന്നത്തെ CCTV വിഷ്വൽസ് കിട്ടാൻ സാധ്യതയുണ്ടോ? എനിക്ക് അതിന്റെ പരിപാടിയൊന്നും വശമില്ല. അതൊക്കെ നോക്കുന്നത് വേറെ ആൾക്കാരാ. ഞാനൊന്ന് ചോദിച്ചു നോക്കിയിട്ട് പറയാം. ആ, കിട്ടുമെങ്കിലൊന്ന് വേഗം അയച്ചെന്ന വലിയ ഉപകാരമായിരുന്നു. എന്താ വേണം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലില്ല, പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു ഇൻഫർമേഷൻ ഒന്ന് കൺഫേം ചെയ്യാനായിരുന്നു. ശരി മേഡം, ഞാൻ നോക്കിയിട്ട് പറയാം. ആ കിട്ടിയാൽ അയച്ചേക്കാം. ആ ഓക്കെ. ചാനലുകാരാ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്തോ. ആ രജിസ്റ്റർ ഇനി എവിടെയാണോ? ആരുടെ മേനോൻ? സത്യം പറയടാ. എനിക്കറിയില്ല. അതെ, നീ മേനോന്റെ ആളാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ നിന്നെ ഞങ്ങൾ പിടിച്ചോണ്ട് വന്നത്. നിന്നെ പിടിക്കുന്നതിന് തൊട്ടു മുൻപ് നീ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഫോട്ടോ ഞാൻ നിനക്ക് കാണിച്ചുതരാം. അഖിൽ, മര്യാദക്ക് നീ സത്യം പറഞ്ഞോ, അല്ലാതെ ഞങ്ങളെ കൊണ്ട് അരുതാത്ത ചെയ്യിക്കരുത്. ഇവൻ തല്ലുകൊള്ളാതെ സത്യം പറയുമെന്ന് തോന്നുന്നില്ല. അതെ, വെറുതെ ഇട്ട് ഇടിക്കുന്നതിലും നല്ലതേ ഇവനെ കൊന്നു കളയുന്നതാ. പറയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവനോട് വെച്ചേക്കുന്നത്? നിങ്ങളിങ്ങനെ ധൃതി വെക്കല്ലേ. ഇവന് കുറച്ച് സമയം കൊടുക്ക്, ഇവൻ പറഞ്ഞോളൂ. നിങ്ങൾ ഈ പറയുന്ന മേനോനെന്ന് എനിക്ക് അറിയില്ല. ഈ ഗ്യാങ്ങിൽ ഞാൻ ചേർന്നതേ ഉള്ളൂ. എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങൾ പിടിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാലേ. നിന്റെ ഈ തരികിട നമ്പറൊന്നും ഞങ്ങളോട് വേണ്ട. മര്യാദയ്ക്ക് ചോദിച്ച സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെയൊക്കെ തീർത്ത് കളയാൻ ഞങ്ങൾക്ക് ഒരു മടിയൂല. എനിക്കറിയില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാ. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ? എനിക്കറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്ക, അപ്പൊ ഞാൻ എല്ലാം പറയാം. ഞങ്ങൾക്ക് മെയിനോൻ ആരാണെന്ന് അറിയണം. ഇവിടെ അയാളെ സഹായിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയണം. അയാളുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിയണം. ഇതൊന്നും അറിയില്ല എന്നല്ല ഞാൻ ഇത്രയും നേരമായിട്ട് പറയുന്നേ. വേറെ ആർക്കറിയാം? നീ അത് പറഞ്ഞാ മതി. ഇവരുടെ കൂട്ടത്തില് ഡ്രൈവർ എന്ന് വിളിപ്പേരുള്ള ഒരാളുണ്ട്.